ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ആപ്കി അദാലത്തിൽ ഇന്ന് വരാൻ പോകുന്നത് വോയിസ് വേൾഡിന്റെ ഒരു മജീഷ്യനാണ്. അദ്ദേഹം പാടിയ ഭജൻസ് നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാണ്. അദ്ദേഹം പാടിയ ഗസൽസും നിങ്ങൾക്ക് ഇഷ്ടമാണ്. അദ്ദേഹം ലോകപ്രശസ്തനായ ഒരു വ്യക്തിയും കൂടിയാണ്, ഇന്ത്യക്ക് അഭിമാനം നൽകിയ വ്യക്തി. പക്ഷേ ഇപ്പോൾ അദ്ദേഹം തന്റെ ലവ് സ്റ്റോറിയിൽ കുറച്ച് വിമർശനങ്ങൾ നേരിടുകയാണ്. പ്ലീസ് വെൽക്കം പ്രസിദ്ധ സിംഗറും ഭജൻ സാമ്രാട്ടുമായ വോയിസ് മജീഷ്യൻ അനൂപ് ജലോട്ട. ഇപ്പോൾ ആപ്കി അദാലത്തിൽ നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സിംഗറായ അനൂപ് ജലോട്ടയുണ്ട്. ഇപ്പോൾ ആപ്കി അദാലത്തിലെ ഇന്നത്തെ ജഡ്ജിയെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പ്രസിദ്ധ മീഡിയ പേഴ്സണാലിറ്റി സുനീത് ടണ്ടൻ. ആപ്കി അദാലത്തിലെ ഇന്നത്തെ വിചാരണ ആരംഭിക്കുന്നതിന് മുൻപ് ഇന്നത്തെ ജഡ്ജിയായ സുനീത് ടണ്ടനോട് അതിനുള്ള അനുവാദം നമുക്ക് ചോദിക്കാം. എന്നാ തുടങ്ങട്ടെ. സാർ, വിചാരണ തുടങ്ങുന്നതിന് മുൻപ് താങ്കളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. താങ്കൾ ഒറ്റയ്ക്കാണോ വന്നിരിക്കുന്നത്? അവര് വന്നില്ലേ? ഞാൻ എൻ്റെ കൂടെ എൻ്റെ ആദ്യത്തെ വൈഫിനെ കൊണ്ടുവന്നിട്ടുണ്ട്, എൻ്റെ ഹാർമോണിയം. ആദ്യം ഒരു പാട്ട് പാടട്ടെ? പാടൂ സർ. छोड़ो बेकार की बातों में कहीं बीत न जाए रहना, कुछ तो लोग कहेंगे, लोगों का काम है कहना, कुछ रीत जगत की ऐसी है, हर एक सुबह की शाम हुई तू कौन है, तेरा नाम है क्या, सीता भी यहाँ बदनाम हुई, फिर क्यों संसार की बातों से भीग गए तेरे नैना, कुछ तो लोग कहेंगे, लोगों का काम है कहना. അനൂപ് സർ, ഇന്ന് പറയുന്നതും കേൾക്കുന്നതൊന്നുമില്ല, കുറ്റം ആരോപിക്കുകയാണ്. ആരോപിച്ചോളൂ. നിങ്ങൾ നിങ്ങളുടെ ആക്രമണം തുടങ്ങൂ. ആദ്യം ദൈവത്തെ ഒന്ന് പ്രാർത്ഥിച്ചോളൂ. തീർച്ചയായും തീർച്ചയായും. ഒരു പാട്ട് പാടാം. തീർച്ചയായും. ऐसी लागी लगन मीरा हो गई मगन, ऐसी वो तो गली 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 हरि गुन गाने लगी, महलों में पली बन के जोगन चली, मीरा रानी दीवानी कहाने लगी, ऐसी लागी लगन मीरा हो गई मगन. വളരെ നന്ദി. താങ്കൾ ആരെയാണ് ഇഷ്ടപ്പെടുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് വിചാരണ തുടങ്ങാമായിരുന്നു. നമുക്ക് വിചാരണ തുടങ്ങാം. ആപ്കി അദാലത്തിലെ ആദ്യത്തെ കുറ്റാരോപണം പ്രസിദ്ധ സിംഗറായ അനൂപ് ജലോട്ടിന്റെ മേൽ. ആപ്കി അദാലത്തിൽ ഗായകനായ അനൂപ് ജലോട്ടിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ഇമേജ് ഇല്ലാതാക്കി എന്നുള്ളതാണ്. അനൂപ് ജലോട്ട് സാർ, താങ്കൾ 25 വർഷമായിട്ട് പാടുന്നുണ്ട്. ജനങ്ങൾ താങ്കളെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഭക്തി സാമ്രാജ്യത്തിൽ താങ്കളെ ഭജൻ മഹാരാജ് എന്ന് വിളിക്കുന്നു. ഭക്തിയോടാണ് ജനങ്ങൾ താങ്കളെ കാണുന്നതും. പക്ഷേ ഇത്രയും പ്രായമായതിനു ശേഷം താങ്കൾ ജസ്ലിന്റെ അടുത്ത് എത്രത്തോളം മനസ്സ് നൽകിയെന്ന് വെച്ചാ? ഇപ്പോഴൊക്കെ താങ്കൾ റൊമാൻറ്റിക്. മസ്ത് മസ്ത് തെരെ ദോ നൈൻ മേരെ ദിൽ ക ലേ ഗയേ ചൈൻ. എനിക്ക് പേഴ്സണലായിട്ട് ഒരു പ്രയാസമുണ്ട്, അത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു.
ജനങ്ങൾ എന്നെ ഞാൻ ഈ സന്യാസിയെ പോലെയാണ് കണക്കാക്കുന്നത്. ദയവ് ചെയ്ത് അങ്ങനെ നോക്കല്ലേ. ജനങ്ങൾ എന്നെ ഞാൻ ഈ സന്യാസി എന്നാണ് കണക്കാക്കുന്നത്. ഭജനകൾ മാത്രമേ പാടുകയുള്ളൂ, പല വർഷങ്ങളായി പാടുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹം ഒരു സന്യാസിയെ പോലെ ആയിരിക്കുമെന്ന് കരുതുന്നു. ഞാൻ തീർച്ചയായും സന്യാസിയല്ല. നിങ്ങളെപ്പോലെ വെറും സാധാരണ ശരാശരി മനുഷ്യനാണ്. മാത്രമല്ല, ഇദ്ദേഹത്തോട് ഞാൻ റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഇന്റർവ്യൂവിനു ശേഷം ലഞ്ച് അറേഞ്ച് ചെയ്യുമ്പോൾ ഒരു ഗ്ലാസ് റെഡ് വൈൻ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം പാർട്ടിയിൽ എല്ലാവരുടെ മുൻപിലും വെച്ച് ഒരു സോഷ്യൽ ഡ്രിങ്ക് ഉണ്ടാകും. അത് കുടിക്കുമ്പം ആരിൽ നിന്നും ഒളിപ്പിച്ചൊന്നും കുടിക്കില്ല, ഓപ്പണായിട്ടല്ലേ കുടിക്കുക. പക്ഷെ ചില സമയങ്ങളിൽ എന്താ ഒരു പ്രശ്നം എന്ന് വെച്ചാ, ചില സമയത്ത് ഭജൻ സിംഗ് ഇങ്ങനെയാകുന്നത് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹത്തിന്റെ മേഴ്സിഡീസിൽ കറങ്ങാൻ പാടില്ല, പിന്നെ അദ്ദേഹം നല്ല വീട്ടിൽ താമസിക്കരുത്, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കമണ്ഡലം ഉണ്ടാകണം, പിന്നെ അദ്ദേഹം വെറും ഒരു വേഷ്ടി ചുറ്റി നാട് മുഴുവൻ ഭജന പാടി നടക്കണം. പക്ഷെ താങ്കൾ കമണ്ഡലം എടുത്തുകൊണ്ട് ഒരു ആശ്രമം തുടങ്ങുകയാണെങ്കിൽ ശരിക്കും സമ്പാദിക്കാം. പക്ഷെ അത് സമ്പാദ്യത്തെക്കുറിച്ചുള്ളതല്ലല്ലോ. ഞാൻ അതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ നിങ്ങൾ ഇമേജിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഞാൻ ഭജൻസ് പാടും, ഗുരുനാനക് ജിയുടെ പാട്ടുകൾ പാടും. അതിലെന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, कि दुख सुख दोनों सम करी जाने और मान अपमाना हरक शोकते रहे अतीता तिन जग तत्व पछाना. ജനങ്ങൾ ഈ സുഖദുഃഖങ്ങൾ കാരണം അഫക്റ്റ് ആയിട്ടുണ്ടാകും, മാനം അപമാനം കാരണം അഫക്റ്റ് ആയിട്ടുണ്ടാകും, വലിയ സന്തോഷം പ്രശംസ കാരണം എഫക്റ്റ് ആയിട്ടുണ്ടാകും. ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല. ഞാൻ എന്റെ ജോലി ചെയ്യുന്നു. പിന്നെ എന്റെ ഇമേജ് ചീത്തയായെന്ന് നിങ്ങൾ വിചാരിക്കുന്നു, പക്ഷെ അത് തീർച്ചയായും ചീത്തയായിട്ടില്ല. ജനങ്ങൾക്ക് സത്യം എന്താണെന്ന് മനസ്സിലായാൽ ജനങ്ങൾ അതേ ഇമേജോടുകൂടി എന്നെ നോക്കാൻ തുടങ്ങും. താങ്കളുടെ ഇമേജ് എങ്ങനെ ഇല്ലാതായെന്ന് ഞാൻ പറയാം. പറയൂ. സോഷ്യൽ മീഡിയയിൽ താങ്കളെക്കുറിച്ച് ശരിക്കും ആൾക്കാർ എഴുതിയിട്ടുണ്ട്. അതെയോ? ഒരാൾ എന്താ എഴുതിയിരിക്കുന്ന വെച്ചാൽ, ഇതിനു മുമ്പ് ഒരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു, काला कलूटा बैंगन लूटा, ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ अनूप जलोटा मक्खन लूटा. ഇപ്പൊ എനിക്കൊന്ന് തോന്നുന്നു, ഇത് ഞാൻ ഒരു 2 ലൈനിൽ പാടി കാണിക്കാം. मैया मोरी मैं नहीं माखन खाऊं, मैया मोरी मैं नहीं माखन खाऊं. ഇത് കേട്ടിട്ട് മറ്റതെല്ലാം മറന്നേക്കും. താങ്കൾ വെണ്ണ മോഷ്ടിച്ചില്ലെന്ന് പറയുന്നു, പക്ഷെ മൊത്തത്തിൽ കല എടുത്തോണ്ട് പോവുകയും ചെയ്തു. അതുപോലെ പലതും ഇതിൽ എഴുതിയിട്ടുണ്ട്. അവരെന്താ എഴുതിയിരിക്കുന്ന വെച്ചാൽ, അനൂപ് ജലോട്ടിന് 65 വയസ്സാണ്, ആ പെൺകുട്ടിക്ക് 27 വയസ്സാണ്, തമ്മിൽ 35 വയസ്സ് വ്യത്യാസം. അതായത് ഈ ജഗദീഷ് സിംഗ് പാടാറില്ലേ, न उम्र की सीमा हो, ना जन्म का हो बंधन. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, അത് അഫെയറേ അല്ല. ഒരുപക്ഷെ അവിടെ അഫെയർ ഇല്ലെങ്കിൽ ജനങ്ങൾ സംസാരിക്കട്ടെ, അതിലെന്തിരിക്കുന്നു? ജനങ്ങൾ എന്താ പറയുന്നത് വെച്ചാൽ, ഭജന് ഇത്രത്തോളം ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളും ഭജന. അതെ, നോക്കൂ, ഭജനിൽ ശക്തിയുണ്ട്, പക്ഷേ അത് നിങ്ങൾ ദുരുപയോഗപ്പെടുത്തരുത്. അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് ഭജൻ ശക്തിയുടെ പ്രസാദം ലഭിച്ചോ? നിങ്ങളുടെ മുൻപിലാണ് ഉള്ളത്. നോക്കൂ, ഭജൻ പാടിയാണ് ഞാൻ ആപ്കെ അദാലത്തിലേക്ക് എത്തിയത്. എന്റെ അഭിപ്രായത്തിൽ ഇതൊരു വലിയ പ്രസാദമാണ്. ഒരു യുവാവ് എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ, ഞങ്ങൾ ആവശ്യമില്ലാതെ ഹണി സിംഗ്, മിൽക്ക സിംഗ്, അർജിത് സിംഗിനെ പറ്റിയൊക്കെ സംസാരിക്കുകയാണ്. ജലോട്ട സാറിന്റെ അടുത്ത് പോയി പഠിക്കാമല്ലോ. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല, വരൂ, ഞാൻ പഠിപ്പിച്ചുതരാം. ഒന്നുമില്ലെന്നാണോ താങ്കൾ പറയുന്നത്? തീർച്ചയായും ഒന്നുമില്ല. എന്താ സത്യം സംഭവിച്ചത്? പറയൂ. ഞാൻ നിങ്ങളോട് ഇതിന്റെ മുഴുവൻ ഡീറ്റെയിലും പറയാം. ജസിൻ എൻ്റെ അടുത്ത് വന്ന് ഒരു 2-2.5 വർഷമായി പാട്ട് പഠിക്കുന്നു. ഇടയ്ക്ക് അവളെ കൊണ്ട് റെഗുലറായിട്ട് വരാൻ പറ്റില്ല, അവളും ബിസിയായിരിക്കും, ഞാനും ബിസിയായിരിക്കും. അതായത് ഞാൻ ഏകദേശം 5-6 പ്രാവശ്യം അവളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്, അവളും എൻ്റെ വീട്ടിലേക്ക് 5-6 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഒരു ദിവസം അവൾ എന്നെ ഫോണിൽ വിളിച്ച് എന്തു പറഞ്ഞു എന്ന് വെച്ചാൽ, എനിക്ക് ബിഗ് ബോസിൽ ഓഫർ കിട്ടിയിട്ടുണ്ട്, ഞാൻ പോകട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പോ, നിനക്ക് നല്ല പേര് കിട്ടുമെന്ന് പറഞ്ഞു. അതിന് അവൾ പറഞ്ഞു, ഒരു പ്രോബ്ലമുണ്ട്, ഒരു വിചിത്ര ജോഡിക്ക് അകത്ത് പോകാൻ പറ്റുമോ എന്ന്. അപ്പം ഞാൻ ആരെങ്കിലും അന്വേഷിക്കുക, അവരെയും വിളിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. അല്ല, നിങ്ങൾ വരുമെന്ന് പറഞ്ഞു. ഞാൻ വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു, കാരണം എനിക്ക് അത്ര സമയമില്ല. പിന്നെ അവളുടെ അച്ഛനും എന്നെ വിളിച്ചു. അദ്ദേഹത്തെ എനിക്ക് ആദ്യമേ അറിയാമായിരുന്നു. ഇതിനെക്കുറിച്ച് 2-3 പ്രാവശ്യം ഞങ്ങൾ സംസാരിച്ചതിന് ശേഷം ഞാൻ സമ്മതിച്ചു. നമ്മൾ രണ്ടുപേരും ഒരു വിചിത്ര ജോഡിയായി അകത്തേക്ക് പോകണം, ഗുരു ശിഷ്യയായി. ഈ ആംഗിളിൽ നമുക്ക് ഉള്ളിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് ഞാൻ അവളോട് പറഞ്ഞത്. അവളും സമ്മതിച്ചു, അവളുടെ അച്ഛനും സമ്മതിച്ചു, എല്ലാം കഴിഞ്ഞു.
അതിനുശേഷം ബിഗ് ബോസിന്റെ ടീമിനെ കുറിച്ച് സംസാരിക്കാം. 6 ദിവസം മുമ്പ് ജസ്ലിനെ അവളുടെ വീട്ടിൽ നിന്ന് വന്ന് വിളിച്ചുകൊണ്ടുപോയി. അവള് പോയി. ഞാൻ സ്റ്റേജിലേക്ക് കയറി ഞാൻ പാടിയ ചില പാട്ടുകളൊക്കെ അവിടെ പാടി. പിന്നെ ഞാൻ സൽമാൻ ഖാന്റെ അടുത്ത് എന്ന് എന്തു പറഞ്ഞെന്ന് ചോദിച്ചാൽ അതിനു മുമ്പ് അദ്ദേഹം നിങ്ങളുടെ കൂടെ ആരാ വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്റെ കൂടെ ജസ്ലിനാണ് വന്നതെന്ന്. അവൾ എന്നോടൊപ്പം പാട്ട് പാടും, എന്റെ സ്റ്റുഡന്റാണ്, എന്റെ അടുത്ത് പഠിക്കുകയാണെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഒരു പ്രാവശ്യം അവളെ മീറ്റ് ചെയ്യാമെന്ന്. അവള് വന്നു. അവൾ എന്തു പറഞ്ഞു എന്ന് വെച്ചാൽ എനിക്ക് ഇദ്ദേഹത്തോടൊപ്പം റിലേഷൻഷിപ്പ് ഉണ്ടെന്ന്. പിന്നെ ഞാൻ എങ്ങനെയുള്ള മനുഷ്യനാണെന്ന് വെച്ചാൽ അങ്ങനെയാണോ, ഇത് റിലേഷൻഷിപ്പാണോ? അപ്പോൾ വാ അകത്തേക്ക് പോവാം, ഒരു 4-5 ആഴ്ച നമുക്ക് അവിടെ ചെലവിടാമെന്ന് പറഞ്ഞു. അകത്തേക്ക് വാ പോകാമെന്ന് പറഞ്ഞു. അതിനുശേഷം പുറത്തു വന്ന് എല്ലാവരോടും സത്യം പറയാമെന്ന് പറഞ്ഞു. എന്ന് ഞാൻ പുറത്തു വന്നു. കാരണം അകത്തുള്ളപ്പോൾ പുറത്ത് നടക്കുന്നൊന്നും നമുക്കറിയില്ല അല്ലേ. ഞാൻ എന്നു പുറത്തു വന്നു അന്ന് തന്നെ എല്ലാവരോടും ഞങ്ങൾക്കിടയിൽ ഒരു ബന്ധവുമില്ലെന്ന് ഞാൻ അല്ല, പറഞ്ഞു. താങ്കൾ പറയുന്നതുകൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്? റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ താങ്കളുടെ മനസ്സിലൊരു പായസമല്ലേ പൊങ്ങി വന്നത്? അവര് ഡേയ്സ് ഓഫ് ലവ് എന്ന് പാടുമ്പോ താങ്കൾ ഭജൻസ് പാടിക്കൊണ്ടിരുന്നു. അവര് പറയുന്നതൊക്കെ താങ്കൾക്കൊന്നും അറിയില്ലെന്ന് പറയുന്നു. അവര് പറയട്ടെ, അതാ പാട്ടിന്റെ വരികളാണ്. അവളുടെ പാട്ടാണ്. അതിൽ 70% ഗ്ലാമർ എഫക്റ്റീവ് ആയിരിക്കും, 30% സിംഗിങ്. അത് അവളുടെ സ്റ്റൈലാണ്. അവളെ പാടാൻ അനുവദിക്കൂ. പിന്നെ ഞാൻ അവൾക്ക് ഈ ഉപദേശമാണ് താങ്കളും നൽകിയത്. പറഞ്ഞിരുന്നു നന്നായിട്ട് ഡാൻസ് കളിക്കുന്നു, നന്നായിട്ട് പാടുന്നു. അതെ. ഫസ്റ്റ് ടൈം ആണോ താങ്കൾ ആ ഡാൻസ് ഒക്കെ കണ്ടത്? അതെ, ഫസ്റ്റ് ടൈം കണ്ടു, ഫസ്റ്റ് ടൈം. പിന്നെ ഞാൻ അവൾക്ക് അഡ്വൈസ് നൽകി, നീ സിംഗിങ് 70% വെച്ചിട്ട് ഗ്ലാമർ 30% വെക്കാൻ, എങ്കിലും അവൾക്ക് പാട്ടിൽ പേര് ലഭിക്കൂ. ഈ അഡ്വൈസ് ആണ് ഞാൻ അവളുടെ അച്ഛനോടും പറഞ്ഞത്. താങ്കൾ ഇന്ന് റിലേഷൻഷിപ്പ് ഇല്ലെന്നാണ് പറയുന്നത്. അതെ, തീർച്ചയായും ഇല്ല. അവിടെ പോയതിനു ശേഷമാണ് താങ്കൾക്ക് മനസ്സിലായത്. എന്ത്? അല്ല, അവര് റിലേഷൻഷിപ്പിനെ പറ്റി സംസാരിച്ച കാര്യങ്ങളൊക്കെ അവൾ അപ്പോ ഞങ്ങൾക്കിടയിൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞതും ഞാൻ ഷോക്കായിപ്പോയി. ഞാൻ ഇവളോട് പറഞ്ഞതൊന്ന്, ഇവൾ ചെയ്തത് മറ്റൊന്ന്. ശരി, വാ നമുക്ക് അകത്ത് പോയി നോക്കാം. നോക്കൂ സാർ, ഒരു പ്രൊമോഷണൽ വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്നു. അതും ഞങ്ങളുടെ പക്കലുണ്ട്. അതിൽ അവർ പറയുകയാണ് 3.5 വർഷമായിട്ട് നിങ്ങൾക്കുള്ളിൽ റിലേഷൻഷിപ്പ് ഉണ്ട്, ഞങ്ങൾ ആരും കാണാതെ മീറ്റ് ചെയ്യാറുണ്ട്. ഞാൻ കൊൽക്കത്തയിലേക്ക് പോകുന്ന സമയത്ത് അനൂപ് ജിയും എന്നോടൊപ്പം ഞാനും അത് പറഞ്ഞു. ഇത് പ്രൊമോഷണൽ വീഡിയോ ആണ്. അവളോട് ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ അവര് കാണിക്കട്ടെ, അവര് പ്രൊമോഷൻ ചെയ്യട്ടെ. പക്ഷെ അവിടെ നീ ഇങ്ങനെ പറയൂ, നമ്മൾ ഗുരു ശിഷ്യയായിട്ടാണ് അകത്തേക്ക് പോകുന്നത്. ഞാനും അങ്ങനെയാ പറഞ്ഞത്. പക്ഷേ ഈ വീഡിയോ കണ്ടതിന് ശേഷം ജനങ്ങൾ എന്ത് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നേരത്തെ തന്നെ ഇതുപോലൊക്കെ സംഭവിക്കാൻ പോകുന്നതെന്ന് താങ്കൾക്ക് മനസ്സിലായെന്നാണ്. അല്ലല്ല, ഞാൻ എന്തു പറയണമോ അത് പറഞ്ഞു. പക്ഷെ ഞാൻ അവളോട് എന്ത് പറയാൻ പറഞ്ഞോ അത് അവള് പറഞ്ഞില്ല. പറയാത്തതുകൊണ്ട് അവളോട് ഞാൻ എന്തു പറഞ്ഞെന്ന് വെച്ചാൽ, അല്ല നീ പറഞ്ഞില്ല അല്ലേ, ശരി വാ അകത്ത് പോയി 4-5 ആഴ്ചകൾ സ്പെൻഡ് ചെയ്തിട്ട് പുറത്തു വന്ന് പറയാമെന്ന് പറഞ്ഞു. ഇപ്പോഴും അകത്താ. അവര് തന്റെ മനസ്സ് നൽകിയതായിട്ടാണ് പറയുന്നത്. പറഞ്ഞിട്ട് പോട്ടെ, പറയാൻ അനുവദിക്കൂ. ഞാൻ അങ്ങനെ ഒന്നും ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ ഒരു ആഗ്രഹവും എനിക്കില്ല. അവൾ പുറത്തു വന്നതിന് ശേഷം അവളോട് പാടാനേ ഞാൻ പറയൂ. സംഗീതം പഠിക്കും. നോക്കൂ, ജസ്ലിൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അവൾ എങ്ങനെയാണോ അങ്ങനെ ഇരിക്കട്ടെ, എന്റെ സ്റ്റുഡന്റ് ആയിരിക്കും. തമ്മിൽ എന്ത് ബന്ധമാ ഉള്ളത്? ബന്ധം ഇതാണ്, ഞാൻ പിന്നെ ജസ്ലിന്റെ അച്ഛൻ, ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് അവളുടെ വിവാഹത്തിൽ കന്യാദാനം ചെയ്യും. ഇതാണ് ബന്ധം. പക്ഷേ അവിടെ താങ്കൾ ഇതുപോലെയല്ലേ പറഞ്ഞത്? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? സാർ, ഇതെല്ലാം നിങ്ങൾ ആ പ്രൊമോഷണൽ വീഡിയോയിൽ പറഞ്ഞതിനെക്കുറിച്ചാ പറയുന്നത്. ഞാൻ ഷോയിൽ എവിടെയെങ്കിലും നിങ്ങളുടെ മുൻപിൽ വെച്ച് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ? നിങ്ങൾ എല്ലാവരും ബിഗ് ബോസ് കണ്ടു കാണും. അതിൽ ഞങ്ങളുടെ കെമിസ്ട്രി വല്ലതും കണ്ടോ? അല്ലല്ല, താങ്കൾ അവിടെ നിങ്ങൾക്ക് എന്ത് ഞാൻ മനസ്സിലായി? എങ്ങനെയാണ് മനസ്സിലാക്കിയതെന്ന് താങ്കൾ പറഞ്ഞു. താങ്കൾ പറയുന്നു കെമിസ്ട്രി മനസ്സിലായില്ലെന്ന്. താങ്കൾ ഒന്നും തന്നെ മനസ്സിലാക്കിയിരുന്നില്ലെന്ന്. പക്ഷെ താങ്കൾ പലതും ചെയ്തിട്ടുണ്ട്. നോക്കൂ, ഇക്കാലത്ത് കുട്ടികൾ അവരുടെ അച്ഛന്റെ കവിളിൽ ഉമ്മ വയ്ക്കല്ലേ? നമ്പർ 2, വെയിറ്റ്. നമ്പർ 2, കേൾക്കൂ, മുഴുവൻ കേൾക്കൂ. അവൾ ഇവിടെ കിസ് ചെയ്തു. ഞാൻ പറഞ്ഞു ഈ ഭാഗം അങ്ങ് വിട്ടേക്ക്, അവിടെ വേറെ ആരെങ്കിലും കിസ് ചെയ്യുമെന്ന്. ഞാനാ അത് പറഞ്ഞത്. അതും എന്റെ ഡയലോഗാണ്. ഈ കവിള് വിട്ടേക്ക്, ഇവിടെ വേറെ ആരെങ്കിലും കിസ് ചെയ്യുമെന്ന്. ഇതൊക്കെ ഡ്രാമയാണ്. അവിടെ ഇതൊക്കെ സംഭവിക്കുകയായിരുന്നു. വിഷയങ്ങൾക്ക് എന്റർടൈൻമെന്റ് വാല്യൂ നൽകാൻ ശ്രമിക്കുകയായിരുന്നു. അതല്ലാതെ അവിടെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവൾ പുറത്തേക്ക് വന്നതിന് ശേഷം അവളും ഇതാ പറയാൻ പോകുന്നത്. താങ്കൾ പറഞ്ഞു വരുന്നത് ഒരച്ഛന് മകൾ എങ്ങനെയാണോ ഉമ്മ കൊടുക്കുന്നത് അതുപോലെയാണെന്നാണോ? അതെ, നിങ്ങൾ തന്നെ നോക്കൂ, എവിടെ ചെയ്തു കണ്ടോ? ഇപ്പോ കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ അവരച്ഛന്റെ കവിളിൽ ഉമ്മ വയ്ക്കല്ലേ? പറയൂ. അതൊരു ഷോ ആയതുകൊണ്ട് അത് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ ചുണ്ടിൽ കുറച്ചധികം ലിപ്സ്റ്റിക് ഇട്ടു. ഞാൻ എന്തു പറഞ്ഞു എന്ന് വെച്ചാൽ ഇവിടെ ചെയ്യില്ല, അതിന് വേറൊരാൾ വരുമെന്ന്. പിന്നെ ജസ്വിന് വേണ്ടി താങ്കൾ ഒരു പാട്ടും പാടിയില്ലേ? അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്?
ദേ നോക്ക്, അത് മുഴുവൻ സ്ക്രിപ്റ്റഡ് പ്രോഗ്രാമാണ്, ഡേറ്റിംഗ് പ്രോഗ്രാമാണ്. ഞങ്ങളോട് എന്തു പറഞ്ഞു എന്ന് വെച്ചാൽ, ഞങ്ങൾ നിങ്ങളെ റെഡിയാക്കും, ഞങ്ങളുടെ ആളുകൾ നിങ്ങളെ റെഡിയാക്കും, അവർ നിങ്ങളെ ഒരു റൂമിലേക്ക് വിളിച്ചുകൊണ്ടുപോകും. അവിടെ അവരെന്തു പറഞ്ഞു എന്ന് വെച്ചാൽ, ഈ ഡേറ്റ് നിങ്ങൾ ഭംഗിയാക്കി ചെയ്യൂന്ന് പറഞ്ഞു. ശരി, ഞങ്ങളെ റെഡിയാക്കി, ഞങ്ങളും ചെന്നു. അവിടെ നല്ല രുചിയുള്ള ഭക്ഷണം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഭക്ഷണം ദിവസവും ഞങ്ങൾ വേണം ഉണ്ടാക്കാൻ. പക്ഷെ അവിടെ അന്ന് ഓൾറെഡി ഭക്ഷണം ഉണ്ടായിരുന്നു, ഹാർമോണിയം ഉണ്ടായിരുന്നു. ഞാൻ അന്ന് ഒരു വളരെ നല്ല പാട്ട് പാടി. അതിനുശേഷം ഞാൻ ഒരു നല്ല ലവ് സോങ്ങും പാടി. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് ഡാൻസും ചെയ്തു. ഇത് അവർ ഓർഗനൈസ് ചെയ്ത ഒരു ഡേറ്റാണ്. അത് ഞങ്ങൾ ഭംഗിയായി ചെയ്തു. ഇതിലെന്താ തെറ്റുള്ളത്? അപ്പൊ താങ്കൾ അപമാനിക്കുകയല്ലേ ചെയ്തത്? അവർ താങ്കളെ मुन्नी बदनाम हुई डार्लिंग तेरे लिए। അല്ല, ഞാൻ എവിടെ അപമാനിച്ചു? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും ജനങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് ശരിക്കും അറിയില്ല. കാരണം ജസ്ലിന്റെ അച്ഛൻ പോലും എന്റെ അടുത്ത് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം എന്തു പറഞ്ഞു എന്ന് വെച്ചാൽ, നോക്കൂ, ഇങ്ങനെയൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ജസ്ലിൻ എവിടെ പോയാലും ഒന്നുകിൽ അവളുടെ ബ്രദറോ അല്ലെങ്കിൽ ഫാദറോ ഉണ്ടാകും. സോ അവർക്ക് അവളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയാം. ഇങ്ങനെയുള്ള ഒന്നുമില്ലെന്ന്. അതുപോലെ ഞാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ അനുവദിക്കില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ സന്തോഷവാനാണ്. ഞാൻ സന്തോഷത്തോടു കൂടിയിരിക്കുന്നു. എന്റെ ഭാവി ജീവിതത്തിൽ നിങ്ങൾ ഇതൊന്നും കേൾക്കില്ല. എനിക്ക് ഒരാളുമായി റിലേഷൻഷിപ്പ് ഉണ്ട്, ഒരാളുമായി വിവാഹം കഴിഞ്ഞു എന്നൊക്കെ. കാരണം എന്റെ ജീവിതത്തിൽ എല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ഇതിനെക്കുറിച്ച് താങ്കൾ പറയൂ. 3.5 വർഷമായിട്ട് ഞങ്ങൾക്കുള്ളിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. 3.5 വർഷമായിട്ട് ഞങ്ങൾ പരസ്പരം കാണുന്നുണ്ട്. കൊൽക്കത്തയിലേക്ക് ഞാൻ പോയ സമയത്ത് അദ്ദേഹവും എന്റെ പിന്നാലെ വന്നു. താങ്കളും ഞാൻ ഡൽഹിയിലേക്ക് പോകുമ്പോൾ അവളും പിന്നാലെ വരുന്നെന്നും പറയുന്നു. ഇത് പ്രൊമോഷൻ വീഡിയോ ആണ്, അതിൽ പറഞ്ഞു. സോ അതിൽ അത് മാത്രമേ ഉണ്ടാവും, വേറൊന്നും ഉണ്ടാവില്ല. അത് സത്യമല്ല. ഇതിൽ നിങ്ങൾ നോക്കിയാൽ ഒരു തുള്ളി പോലും സത്യമില്ല. അല്ല, താങ്കളുടെ ഇമേജ് ശരിയാക്കാൻ വേണ്ടി നോക്കിയാ? അല്ലല്ലല്ല, തീർച്ചയായും ഞാൻ നിങ്ങളോട് 100% സത്യമാണ് പറയുന്നത്, കള്ളമല്ല. അനൂപ് സാർ, ജനങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എളുപ്പത്തിൽ വിശ്വസിക്കാൻ സാരമില്ല. ആരെന്നെ വിശ്വസിക്കുന്നു അവരെന്നെ വിശ്വസിക്കും. ബാക്കിയുള്ളവരെ കുറിച്ച് ഞാൻ ഒരു 4 വരിയിലൂടെ പാടിക്കേൾപ്പിക്കട്ടെ. ഒന്ന് പാടൂ സാർ. ആ, साधो मन का मान त्यागो, काम क्रोध संगत दुर्जन की, ताते अहनिस भागो। साधो मन का मान त्यागो, दुख सुख दोनों सम करी जाने, और मान अपमाना। हरक शोक ते रहे अतीता, तिन जग तत्व पछाना। साधो मन का मान त्यागो। ഞാനിത് വിശ്വസിക്കുന്നു. ജനങ്ങൾ താങ്കളെ എത്രത്തോളം വിശ്വസിക്കുന്നു നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. പല കുറ്റങ്ങളും ഇനിയുണ്ട്. എന്താണെങ്കിലും ശരി, നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഭജൻ സാമ്രാട്ട് അനൂപ് ജലോട്ടിന്റെ മേലുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവും തുടരും. ഞാൻ ഒരു ജോക്ക് കേട്ടു. അതിൽ എന്റെ മുൻപിൽ മോഡി ഇങ്ങനെ നിൽക്കുന്നു. അതിലധികം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിങ്ങനെ വന്നതുകൊണ്ട് കുറച്ച് ദിവസം ജനങ്ങൾ പെട്രോൾ ഡീസലിന്റെ വില മറന്നു എന്ന്. चांदी अंजराइयां ले रहा है, चांदनी मुस्कुराने लगी है. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി പ്രസിദ്ധ ഗായകനായ അനൂപ് ജലോട്ടയാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ പ്രസിദ്ധ ഗായകനായ അനൂപ് ജലോട്ടിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം തന്റെ ഫാൻസിനെ പറ്റിച്ചു എന്നുള്ളതാണ്. അനൂപ് സാർ, താങ്കളുടെ ഫാൻസിന് താങ്കളെക്കുറിച്ച് നന്നായിട്ട് അറിയാം. താങ്കൾ ഭജൻസ് പാടിയിട്ടുണ്ട്, മീരയെക്കുറിച്ച്. പിന്നെ ലോകത്തോട് താങ്കൾ കൃഷ്ണൻ, രാമൻ എന്നീ മനോഹരമായ പേരുകളെക്കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയും താങ്കൾ പാടിയിട്ടുണ്ട്, ഇത് മനോഹരമായ സായാഹ്നം. പിന്നെ ദൈവത്തിൻ്റെ കാൽപാദങ്ങളിലുള്ള സമർപ്പണത്തെക്കുറിച്ചും. അതെ. പിന്നെ താങ്കൾ ജസ്ലിൻ്റെ സൈഡിലേക്ക് മാറി. അതായത് ഇത് താങ്കളുടെ മറ്റൊരു മുഖമാണ്. സോ മറ്റൊരു മുഖത്തിൽ ഇങ്ങനൊരു ലവ് സ്റ്റോറി ഉണ്ടെങ്കിൽ ഫാൻസ് ദുഃഖിതരാകില്ലേ? അവരെന്തിനാ ദുഃഖിക്കുന്നത്? ഞങ്ങൾ അവിടെ നിങ്ങളെ എന്റർടൈൻ ചെയ്തില്ലേ? എന്തേ? അല്ല, താങ്കൾ പറയുന്നു ജസ്ലിനെ ഫേമസ് ആക്കാൻ വേണ്ടിയാണ് താങ്കൾ അങ്ങനെയൊക്കെ ചെയ്തതെന്ന്.
ദേ നോക്കൂ, ഞാൻ അവളോട് പറഞ്ഞു നീ എന്റെ കൂടെ വന്നാൽ നിനക്ക് നല്ല പേര് കിട്ടുമെന്ന്. അങ്ങനെ സംഭവിക്കുകയും ചെയ്തു. കാരണം അവളാണ് എന്നെ അപ്രോച്ച് ചെയ്തത്, ഞാൻ അവളെ അപ്രോച്ച് ചെയ്തിട്ടില്ല. കാരണം ജസ്ലിനും അവളുടെ അച്ഛനുമാണ് എന്നെ അപ്രോച്ച് ചെയ്തത്. നിങ്ങൾ വന്നു എന്നുണ്ടെങ്കിൽ ജസ്ലിന് ഒരു നല്ലത് സംഭവിക്കും എന്ന് പറഞ്ഞു. നല്ലത് സംഭവിച്ചില്ലേ? ഇപ്പോൾ അവൾ ലോക പ്രശസ്തയാണ്. ഒരുപക്ഷെ അവളെ കൊണ്ട് എനിക്ക് ബാധിപ്പ് വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ വിചാരിച്ചാൽ ഞാൻ സത്യം പറയട്ടെ, ഇത് അങ്ങനെയൊന്നും അല്ല. നിങ്ങൾ എല്ലാവരും എന്റെ സംഗീതം മാത്രം കാണൂ, അതാണ് നല്ലത്. എന്റെ സംഗീതം നിങ്ങൾ എപ്പോൾ കേട്ടാലും നിങ്ങൾക്കത് സന്തോഷം നൽകും. അവരുടെ അച്ഛൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും ബിഗ് ബോസിലേക്ക് പോകുന്നത് ഗുരു ശിഷ്യയെ പോലാണ്. അവിടെ റിഹേഴ്സൽ ചെയ്യുന്നു, പാട്ട് പാടുന്നു. പക്ഷെ അല്ലല്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഞങ്ങൾ അവിടെ പാടാൻ വേണ്ടിയാണ് പോയത്. ഞങ്ങൾ അവിടെ റിഹേഴ്സലാണ് ചെയ്തത്. കണ്ണത്തിലാണോ പാട്ട്? അല്ലല്ലല്ല, അവൾ ഈ ഭാഗത്ത് തന്നു. ഇവിടെ ആരാണ് തരാൻ പോകുന്നതെന്ന് ഞാൻ ചോദിച്ചു. ഇതെല്ലാം വെറും ഫണ്ടിന് വേണ്ടിയാണ്. പിന്നെ നിങ്ങളെ എന്റർടൈൻ ചെയ്യാനുള്ള ഒരു ശ്രമമല്ലേ ഇതൊക്കെ? പിന്നെ അതും സംഭവിച്ചു, അതല്ലേ അത്? ഗാലിബ് ഇങ്ങനെയല്ലേ പറഞ്ഞത്? ഇത് വെറും പ്രേമമല്ല, ഇത് തീയാണ്. ഇതിൽ താങ്കൾ തിളച്ചു പോകുമെന്നല്ലേ പറഞ്ഞത്? ഇത് ഞാൻ നിങ്ങളോട് വേറെ വിധത്തിൽ പറയാം. जिंदगी से बड़ी सजा ही नहीं, जिंदगी से बड़ी सजा ही नहीं, और क्या जुर्म है पता ही नहीं, जिंदगी से. ഈ വരികൾ എനിക്ക് വേണ്ടിയാണ്. चाहे सोने के फ्रेम में जड़ दो, चाहे सोने के फ्रेम में जड़ दो, आईना झूठ बोलता ही नहीं, आईना झूठ बोलता ही नहीं, और क्या जुर्म है पता ही नहीं, जिंदगी से बड़ी सजा ही नहीं. ഇപ്പൊ ഞാൻ എന്താണ് കള്ളമെന്ന് താങ്കളോട് പറയാം. പറയൂ. ഏത് വ്യക്തിയെക്കുറിച്ചാണോ താങ്കൾ പറയുന്നത് അതുകൊണ്ട് ഫാൻസ് സങ്കടപ്പെടുന്നില്ല, താങ്കളുടെ പേര് ചീത്തയാവുന്നില്ലെന്ന് പറയുന്നു. 2013 അവരൊരു സിനിമ ആക്ട് ചെയ്ത സമയത്ത് ആ സിനിമയുടെ പേരായിരുന്നു ഡേർട്ടി റിലേഷൻഷിപ്പ്. ഇത് ഓൾമോസ്റ്റ് സോഫ്റ്റ് പോൺ സിനിമയായിരുന്നു, അഡൽട്ടാണ്. അത് അവർ അച്ഛനാണ് ഷൂട്ട് ചെയ്തത്. താങ്കൾ ആ സിനിമ കണ്ടിരുന്നോ? കണ്ടില്ല, ഞാൻ കണ്ടില്ല. പക്ഷെ അവൾ അഭിനയിച്ചു എന്ന് എനിക്കറിയാം. എന്നിട്ടും താങ്കൾ അവരോടൊപ്പം പോകാൻ സമ്മതിച്ചോ? എനിക്ക് അവളെ പഠിപ്പിക്കുന്ന ബന്ധം ഉണ്ടായിരുന്നു, അത് ഇന്നും ഉണ്ട്. നാളെ വന്നാലും ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ. ഒരുപക്ഷെ നാളെ രാഖി സാവന്ത് വന്ന് എന്റെ അടുത്ത് നിങ്ങളോട് ഞാനൊരു തമാശ പറയാം. നാളെ രാഖി സാവന്റ് എന്റെ അടുത്ത് പാട്ട് പഠിക്കാൻ വന്നാലും ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. അല്ല, താങ്കൾ അവൾ എന്ത് ചെയ്യുന്നു, എന്തു പറയുന്നു എന്നുള്ളതിനെ കുറിച്ചൊന്നും എനിക്ക് യാതൊരു ചിന്തയുമില്ല. എനിക്ക് ഇത് മാത്രമാണ് പ്രധാനം. ഒരുപക്ഷെ ഒരാൾക്ക് സംഗീതം ഇഷ്ടമാണ്, പഠിക്കണമെന്ന് ആഗ്രഹിച്ചാൽ വരൂ, പഠിക്കൂ. അനൂപ് സാർ, സംഗീതം പഠിക്കാൻ വരുന്നവരുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ മനസ്സിലാക്കണ്ടേ? 2017 അവരുടെ അച്ഛൻ മറ്റൊരു സിനിമ എടുത്തിരുന്നു. അദ്ദേഹം തന്റെ മകളെ വെച്ചൊരു സിനിമ എടുക്കുന്നു. ആ സിനിമയുടെ പേര് ഡേർട്ടി ബോസ് എന്നാണ്. അതിൽ പ്രായമുള്ള ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം ഈ പ്രായം കുറഞ്ഞ പെണ്ണിന്റെ പിന്നാലെ ചുറ്റുന്ന സീനാണ്. താങ്കളുടെ സ്റ്റോറി ഇതുപോലാണെന്നാണ് ജനങ്ങൾ ആ പടവും ഞാൻ കണ്ടില്ല. പിന്നെ ഞാൻ ആ പെണ്ണിന്റെ പുറകെ നടന്നിട്ടില്ല. നിങ്ങളുടെ ചോദ്യം തെറ്റാണ്. ഞാൻ 2 പടങ്ങളും കണ്ടിട്ടില്ല. പക്ഷെ എനിക്കറിയാം, 2 പടങ്ങൾ എടുത്തിട്ടുണ്ട്. എനിക്ക് നന്നായിട്ടറിയാം. നിനക്ക് സംഗീതം പഠിക്കണമെന്നുണ്ടെങ്കിൽ വന്ന് പഠിച്ചോ. എനിക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും പ്രധാനമല്ല. എനിക്കോ അതുമായി യാതൊരു ബന്ധവുമില്ല. എന്ത് പ്രധാനമില്ലെന്ന് ആർക്കാർക്ക് ബന്ധമില്ലെന്ന് ഞാൻ ശ്രദ്ധിക്കുന്നത് ഇത് നിങ്ങൾക്കുള്ളിൽ എത്ര ഇൻട്രസ്റ്റിംഗ് ആണെന്നാ. നോക്കൂ, എന്റെ വീട്ടിലൊരു ഗുരുകുലമാണ് നടക്കുന്നത്. രാവിലെ 9 മണിക്കുള്ളിൽ എന്റെ അടുത്തേക്ക് സ്റ്റുഡൻസ് വരും. അവർ 12:30 മണി വരെ ഇരുന്ന് പഠിക്കും. ഞാനുള്ളപ്പോൾ ഞാൻ പഠിപ്പിക്കും. ഞാൻ ഇല്ലാത്തപ്പോൾ അവരെ എന്റെ സീനിയർ സ്റ്റുഡൻസ് പഠിപ്പിക്കും. ആരോടും 5 പൈസ പോലും വാങ്ങാറില്ല. പിന്നെ എന്റെ കണ്ടീഷൻ ആരും ഗിഫ്റ്റായി ഒന്നും കൊണ്ടുവരരുതെന്ന. ഒരു പ്രാവശ്യം ഒരാളെന്നെ ഒരുപാട് ശല്യപ്പെടുത്തി. സാർ, നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും തരണമെന്ന്. എന്ത് സ്വീറ്റ് മേടിച്ചുകൊണ്ട് വരണം? ഞാൻ പറഞ്ഞു ഒരു 2 കിലോ വെണ്ടക്ക മേടിച്ചുകൊണ്ട് വരാൻ. അത് വളരെ യൂസ്ഫുൾ ആണ്, കാരണം എനിക്ക് വെണ്ടക്ക വളരെ ഇഷ്ടമാണ്. ഞാൻ ജനങ്ങളോട് ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് നിരസിക്കും. ഞാൻ സംഗീതം പഠിച്ചു, അതെനിക്ക് ഒരുപാട് സംഗതികൾ നൽകി. അത് ഞാൻ എന്റെ ജനങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. താങ്കൾ പാടിയ ഗസൽ ഉണ്ടായിരുന്നു, ഞാൻ അതിൽ നിന്ന് നോട്ട്സ് എടുത്തു. अश्कों ने रख लिया तेरे प्यार का भरम, दामन पे आ रहे थे फिर भी ठहर गए, जो जुर्म जिसमें दोनों बराबर के थे शरीक, इल्जाम जितने भी थे हमारे सर गए.
ഇത് ഗസലാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട പോലെ എഴുതിയിരിക്കുന്നു. പക്ഷെ നന്നായിട്ടുണ്ട്. പക്ഷെ നന്നായിട്ടുണ്ട്. ഇപ്പോഴവരകത്താണുള്ളത്, താങ്കൾ പുറത്തുമുണ്ട്. പഴിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വരുമായിരുന്നു. എന്നെ അതിനു വേണ്ടിയല്ലേ നിങ്ങൾ വിളിച്ചിരിക്കുന്നത്. പക്ഷേ എന്റെ കയ്യിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിന് ഉത്തരമുണ്ട്. ആ ഉത്തരം എന്താണെന്ന് വെച്ചാൽ, ഇതിന് നല്ലൊരു പഴഞ്ചൊല്ലുണ്ട്. സ്വർണത്തിന്റെ ഫ്രെയിമിൽ കണ്ണാടി പതിപ്പിച്ചാലും അതൊരിക്കലും കള്ളം പറയില്ല. നിങ്ങൾ എന്നോട് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് അതിനുള്ള ശരി ഉത്തരം കിട്ടും. ഓഡിയൻസിന് വല്ല ചോദ്യങ്ങളും ചോദിക്കാനുണ്ടോ? താങ്കൾ ചോദിക്കൂ. സർ, ഇക്കാര്യം മീഡിയക്കാർ അറിഞ്ഞ ഉടൻ തന്നെ അതാണ് ആ ജസ്ലിന്റെ കാര്യം. അവരുടെ അച്ഛൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതുകൊണ്ട് വളരെ ഡിസപ്പോയിന്റഡ് ആയെന്നാണ്. കാരണം അദ്ദേഹം മകളെ സംഗീതം പഠിപ്പിക്കാനാണ് താങ്കളുടെ അടുത്തേക്ക് അയച്ചത്. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ആ പെൺകുട്ടിക്ക് വിവാഹം ഏർപ്പാട് ചെയ്യുകയാണെന്ന് കേട്ടു. ഓക്കെ, അദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒന്നും അറിയില്ലായിരുന്നു. എന്റെ മനസ്സിനകത്ത് എന്താണെന്ന് എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ഒന്നും അറിയില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇതാ ഉണ്ടായിരുന്നത്, ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് അദ്ദേഹത്തെ പറ്റിച്ചു എന്ന്. അദ്ദേഹത്തിന്റെ മനസ്സിൽ അതായിരുന്നു. അദ്ദേഹം വന്നതും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ 3 പേരും ഇവിടെ ഇരുന്ന് തീരുമാനിച്ചത് ഗുരുവും ശിഷ്യയുമായിട്ടാണ് നമ്മൾ അകത്തേക്ക് പോകുന്നതെന്ന്. അവിടെ അകത്ത് ചെന്നതിന് ശേഷം അവൾ വേറെ മതി പറഞ്ഞു. പിന്നെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും ജസ്ലീനുമായി എന്നെ കണ്ടിട്ടുണ്ടോ എന്ന്. അവരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ എങ്ങനെ ഇങ്ങനെ വിചാരിച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇതൊന്നും സത്യമല്ലെന്ന്. പിന്നെ അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു. പിന്നെ എന്തു പറഞ്ഞു എന്ന് വെച്ചാൽ, നമ്മൾ രണ്ടുപേരും ചേർന്ന് ജസ്ലിന്റെ കന്യാദാനം ചെയ്യണമെന്ന് പറഞ്ഞു. അനൂപ് സാർ, ജനങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ, ജസ്ലീനയുടെ അച്ഛൻ ജസ്ലീൻ, അനൂപ് ജലോട്ട, ഇവര് 3 പേരും ചേർന്ന് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഈ ഡ്രാമ ക്രിയേറ്റ് ചെയ്തതാണെന്ന്. തീർച്ചയായിട്ടും ഇല്ല. സത്യം എന്താണോ അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇതിനു ശേഷവും നിങ്ങൾ കേൾക്കുമല്ലോ, ലോകം അവസാനിക്കാൻ പോകുന്നില്ലല്ലോ. ഇപ്പോ 30th ഡിസംബറിനുള്ളിൽ ജസ്ലിനും പുറത്തേക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ രണ്ടുപേരും തനിച്ചൊറ്റയ്ക്ക് പുറത്തെവിടെയെങ്കിലും പോയി കാണുന്നുണ്ടോന്ന്. അവളെ ഞാൻ ഏത് ഹോട്ടലിലേക്ക് കൊണ്ടുപോകുന്നെന്ന് നിങ്ങൾ അറിയും. വന്നതിന് ശേഷം അവളോട് ചോദിക്കും. താങ്കൾ പറഞ്ഞു വരുന്നത് എന്താണ്? ഈ ഡ്രാമയിൽ താങ്കൾ ഇൻവോൾവ് ആയിട്ടില്ലെന്നാണോ? ബിഗ് ബോസിലുള്ളവരെല്ലാരും ചേർന്ന് ഈ ഡ്രാമ ക്രിയേറ്റ് ചെയ്തതെന്നാണോ താങ്കൾ പറയുന്നത്? ഇതിൽ ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ സ്ഥലത്ത് ജസ്ലിൻ നൽകിയ ഉത്തരം കൊണ്ട് അത് ഞാൻ തീർച്ചയായും അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. പിന്നെ അത് ആരാണ് തീരുമാനിച്ചത്, ആ തീരുമാനം ആരാണ് എടുത്തത്, അതെല്ലാം അവൾ പുറത്തു വന്നതിന് ശേഷം ക്ലിയർ ആകും. പിന്നെ എന്റെ മനസ്സിൽ ജസ്ലിനോട് ഒരു വിധത്തിലുള്ള റൊമാൻറ്റിക് ആംഗിളും ഇല്ല. ഇത് 000 ആണ്. സ്റ്റോറി ടോട്ടലി ബോറിംഗ്. അതിനകം ബോറടിക്കാൻ തുടങ്ങി. അവള് തിരിച്ചു വരുന്നവരെ നിങ്ങൾ വിടുവോ? നിങ്ങൾ അത് ഊതി വീർപ്പിക്കില്ലേ? നിങ്ങൾ ചോദിക്കൂ. എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനു മുമ്പ് ആലിയ ഭട്ട് പറഞ്ഞ ജോക്സ് വളരെ ഫേമസ് ആയിരുന്നു. അതുകൊണ്ട് താങ്കൾ ബിഗ് ബോസിൽ പോയപ്പോൾ മുതൽ അന്നു മുതൽ താങ്കളുടെ ജോക്സ് ആണ് കൂടുതലും വരുന്നത്. സോ നിങ്ങളെപ്പറ്റി എന്തെങ്കിലും ജോക്സ് നിങ്ങൾ കേട്ടിരുന്നോ? അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം ഞാൻ എന്താണ്? ഒരു ജോക്ക് കേട്ടു. അതിൽ മോഡി ഇങ്ങനെ എന്റെ മുൻപിൽ നിൽക്കുന്നു. പിന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വന്നതുകൊണ്ട് ജനങ്ങളെല്ലാവരും പെട്രോൾ ഡീസൽ പ്രശ്നം മറന്നു എന്ന്. സർ, താങ്കൾ പറഞ്ഞതിന് ശേഷം ഒരു ആർട്ടിക്കിളിൽ എന്താ വന്നെന്ന് വെച്ചാൽ, പ്രായമാകുമ്പോ എല്ലാവരുടെയും തല ചുറ്റാൻ തുടങ്ങും, പക്ഷെ ഇദ്ദേഹം മറ്റുള്ളവരുടെ തലയെ ചുറ്റിക്കുകയാണല്ലോന്ന്. ഇപ്പൊ ഞാൻ നിങ്ങളോട് മനോഹരമായ ഒരു കാര്യം പറയാം. ഞാനത് പറഞ്ഞേക്കാം, പിന്നെ നിങ്ങളത് കണ്ടിന്യൂ ചെയ്യൂ. എനിക്ക് 65 വയസ്സായി. പിന്നെ അവിടെ എത്ര പേരുണ്ടായിരുന്നോ അവർക്കാർക്കും 35 വയസ്സിന് മുകളിലില്ല. എല്ലാവരും ദിവസം ഡോക്ടറെ വിളിക്കും, ദിവസം ഡോക്ടറെ സന്ദർശിക്കും. ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങൾ. ഞാൻ ഒരു ദിവസം പോലും ഡോക്ടറെ വിളിച്ചിരുന്നില്ല 1.5 മാസം. കാരണം എനിക്കെന്റെ ആരോഗ്യം സൂക്ഷിക്കാൻ അറിയാം. ഞങ്ങൾ ഒരു ദിവസം പോലും പകലിൽ ഉറങ്ങിയിട്ടില്ല. പകലിൽ ഞാൻ ഉറങ്ങിയിട്ടില്ല, കാരണം രാത്രിയിലാണ് ഞാൻ നന്നായി ഉറങ്ങുക. പിന്നെ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവരെല്ലാം പുറത്തുപോയി അവരുടെ പ്ലാനിംഗ് നടത്തും. രാത്രി ഉറങ്ങാതെ ഉണർന്നിരിക്കും. ആരെങ്കിലും ഇങ്ങനെ പണിയെടുക്കൂ? ഇങ്ങനെ പണിയെടുത്താൽ എങ്ങനെയാ? ഞാൻ നിങ്ങളോട് എപ്പോഴും പറയും, പകലിൽ പ്ലാൻ ചെയ്യൂ, രാത്രിയിൽ കിടന്നുറങ്ങൂ എന്ന്. അവിടെ ഇങ്ങനെയുള്ള കളിയാ നടക്കുന്നത്. ഇപ്പോ ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറയാനും ഈ അഫെയറിനെ കുറിച്ച് വെളിയിൽ വരാനും താങ്കൾക്ക് ധാരാളം പണം ലഭിച്ചിട്ടുണ്ടെന്ന് കേട്ടു. ദേ നോക്കൂ, എനിക്ക് ഇവിടെ കോൺട്രാക്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റും, അത് സത്യമാണ്. എനിക്ക് ബിഗ് ബോസിലേക്ക് പോയതുകൊണ്ട് ഫിനാൻഷ്യലി നഷ്ടമാണ് സംഭവിച്ചത്. ഞാൻ എത്ര പണമുണ്ടാക്കിയോ അതിനേക്കാളും എല്ലാ ആഴ്ചയിലും എനിക്ക് കുറച്ചേ കിട്ടുള്ളൂ.
എനിക്ക് ഫിനാൻഷ്യലി വലിയ ലോസ് ആണ്. അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം അതിനുശേഷം ആപ്കെ അദാലത്തിൽ പോയി ഒരുപാട് ഉണ്ടാക്കാമല്ലോ. ഞാൻ അവിടെ വിട്ടത് ഇപ്പൊ ഇവിടെ രജിത് സാറിന്റെ അടുത്തുനിന്നെങ്കിൽ മേടിക്കും. ശരി, നമുക്ക് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാം. തീർച്ചയായും. അതിനു മുമ്പ് ഒരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കെ അദാലത്തിൽ അനൂപ് ജലോട്ടയോടുള്ള ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും. चांद अंगड़ाइयां ले रहा है, चांदनी मुस्कुराने लगी. ഇത് കേൾക്കുമ്പോൾ താങ്കൾ ഒരു റൊമാൻറ്റിക് മൂഡിലുള്ളത് പോലെ. ഗസൽ പാടിയാൽ എന്താ കമടെല്ലാം പിടിച്ചോണ്ടാണോ പോവാ? വെൽക്കം ബാക്ക്. ആപ്കെ അദാലത്തിൽ നമ്മൾ കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് പ്രസിദ്ധ സിംഗറായ അനൂപ് ജലോട്ടിന്റെ മേളിലാണ്. ആപ്കെ അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കെ അദാലത്തിൽ പ്രസിദ്ധ ഗായകനായ അനൂപ് ജലോട്ടിന്റെ മേലുള്ള കുറ്റാരോപണം അദ്ദേഹം ഒരു ലവ് ബേർഡ് ആണ് എന്നുള്ളതാണ്. അനൂപ് സാർ, ഇത് ജസ്ലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മാത്രമല്ല. താങ്കൾ പല പെൺകുട്ടികൾക്കും കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെ, പലരെയും സഹായിച്ചിട്ടുണ്ട്. അതിൽ ഒരാൾ കനിക കപൂറാണ്. അവളുടെ 12 വയസ്സ് മുതൽ എൻ്റെ അടുത്ത് പാട്ട് പഠിച്ചിരുന്നു. ഞാൻ അവളെ പഠിപ്പിച്ചിരുന്നു. അവൾ കല്യാണം കഴിഞ്ഞ് ലണ്ടനിലേക്ക് പോയി. അവിടെയും അവൾ കോൺസേർട്ടിലെല്ലാം പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ദൈവം അവൾക്കൊരു നല്ല പേര് നൽകിയിട്ടുണ്ട്. പിന്നെ ഒരു നല്ല സിംഗർ റിച്ച ശർമ്മ, അവൾ ഡൽഹിയിലായിരുന്നു. എൻ്റെ പ്രോഗ്രാമിൽ 1-2 പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഞാൻ അവളോട് ബോംബെയിലേക്ക് പോകാൻ പറഞ്ഞു. ബോംബെയിലേക്ക് പോയാൽ നല്ല പുരോഗതി ഉണ്ടാവും, നീ നന്നായി പാടുന്നു എന്ന് പറഞ്ഞു. എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനെയും ഞാൻ പരിചയപ്പെടുത്തി. ഇപ്പോൾ പ്ലേബാക്ക് സിംഗറായി. അതേപോലെ ജസ്വന്തൻ നറോറ, അവളും ഡൽഹിയിൽ നിന്ന് ബോംബെയിലേക്ക് വന്നു. ഞാൻ അവളെ എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തു കൊടുത്തു. അതുപോലെ ഇവിടെ ഒരുപാട് കുട്ടികൾക്കാർക്കും താങ്കൾ പഠിപ്പിച്ചു കൊടുത്തില്ല. ഞാൻ അങ്ങോട്ടാ വരുന്നു. അങ്ങോട്ടാ വരുന്നത്. ഉദിത് നാരായണൻ പുതിയതായി വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ പാട്ട് കേട്ടു, ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ആശാ ഭോൺസ്ലെയോടൊപ്പം അദ്ദേഹത്തെ കൊണ്ട് ഒരു ഡ്യുവറ്റ് പാടിച്ചു, ഒരു പടത്തിനു വേണ്ടി. എനിക്ക് പാടാമായിരുന്നു, പക്ഷേ എനിക്ക് അദ്ദേഹത്തിന്റെ ശബ്ദം ഇഷ്ടപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് പാടിച്ചു. ഒരാളെടുത്ത് ഒരു കഴിവുണ്ടെങ്കിൽ അത് തീർച്ചയായും നമ്മൾ പുറത്തു കൊണ്ടുവരണം. നോക്കൂ, അതിൽ ആണും പെണ്ണും എന്ന് വേർതിരിച്ചാൽ ശരിയാവില്ല. ടാലന്റ് ആർക്കുണ്ടെങ്കിലും അത് നമ്മൾ അങ്ങനെയുള്ള കാലമോ അതെന്തു ആകട്ടെ. നോക്കൂ, ഒരു പത്രപ്രവർത്തകൻ എന്താ എഴുതിയിരിക്കുന്നത് വെച്ചാൽ 3 വർഷത്തിന് മുൻപ് അദ്ദേഹം താങ്കളുടെ ഇന്റർവ്യൂ എടുത്തിരുന്നു. അപ്പോൾ താങ്കൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ താങ്കളോടൊപ്പം ഒരു അമേരിക്കൻ ഇന്ത്യൻ ആക്ട്രസ് ഒപ്പം ഉണ്ടെന്നാണ്. അവരെ ഇന്റർവ്യൂ എടുക്കുക, എന്നെ എടുക്കണ്ടെന്ന് താങ്കൾ പറഞ്ഞു. ആ പെണ്ണാരാ? ഇതിന്റെ ഉത്തരം താങ്കളാണ് പറയേണ്ടത്, ഞാനെങ്ങനെ പറയാനാണ്? എന്നോട് പേരും ഡീറ്റെയിൽസും എല്ലാം പറയൂ. എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളോട് ശരി, ഇപ്പൊ പറയാം. അവരൊരു എന്റർടൈൻമെന്റ് ജേർണലിസ്റ്റ് ആണ്. പേര് സംഗീത അയ്യർ. അവര് പറയുന്നു ആക്ട്രസ് അദ്ദേഹത്തെ സ്പെഷ്യലായിട്ട് ശ്രദ്ധിക്കുന്നത് ആശ്ചര്യമുണ്ടാക്കുന്ന കാര്യമാണ്. നോക്കൂ, അവളുടെ പേരെന്താണെന്ന് പറയൂ, എങ്കിലേ എനിക്ക് ഓർമ്മ വരും. പ്രത്യേകിച്ച് പേരൊന്നും മെൻഷൻ ചെയ്തില്ല. അപ്പോ അത് മനസ്സിലാക്കിയിട്ട് വരൂ, ഞാൻ വീണ്ടും വന്ന് ഉത്തരം പറയാം. ശരി, അവരുടെ പേരെന്താണെന്ന് ഞാൻ പറയാം. പറയൂ. അവർ ഇസ്രയേലിലുള്ള ഒരു മോഡലാണ്, റീന ഗോലൻ. അവരൊരു ബുക്ക് എഴുതിയിരുന്നു. പറയൂ. ഇപ്പോ അക്കാര്യം ഞാൻ എല്ലാവരുടെയും മുന്നേ വെച്ച് പറയാൻ സാധിക്കില്ല, അല്ലെങ്കിൽ വിട്ടേക്കും. 7 വർഷമായിട്ട് എന്റെ ഭാര്യ ഒരു അസുഖക്കാരിയാണ്, അതുകൊണ്ട് താങ്കൾ അവളെ കെട്ടിപ്പിടിക്കാൻ ആഗ്രഹിച്ചു എന്ന്. ഇതുപോലെ പലതും എഴുതിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് 18 വർഷം കഴിഞ്ഞ് എൻ്റെ ഭാര്യയെ ഞാൻ അമേരിക്കയിലേക്ക് വിളിച്ചു കൊണ്ടുപോയി ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു. ഒരുപക്ഷെ ജനങ്ങൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ അപ്പോൾ തീർച്ചയായും അതിനൊരു പ്രൂഫ് ഉണ്ടാകണമല്ലോ, അല്ലേ? നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും റെക്കോർഡിംഗ് ഉണ്ടാകണം, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫ്സ് എന്തെങ്കിലും ഉണ്ടാകണം, എൻ്റെ വാട്സപ്പ് ചാറ്റിംഗ് എന്തെങ്കിലും ഉണ്ടാകണം, SMS കൊണ്ടുവരൂ, അല്ലെങ്കിൽ പിക്ചർ വല്ലതും എടുത്തുകൊണ്ടുവരൂ. ഇതൊന്നും ഇല്ലാതെ ജനങ്ങൾ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ഞാനതിൽ സത്യം ഇല്ലെന്നല്ലേ? താങ്കൾ എന്താണ് പറഞ്ഞു വരുന്നത്? ആരെങ്കിലും താങ്കളോടൊപ്പം ഇരുന്നാൽ അത് വീഡിയോ എടുത്ത് കാണിക്കണമെന്നാണോ താങ്കൾ പറയുന്നത്? അതെ, റെക്കോർഡ് ചെയ്യൂ, ഫോട്ടോ എടുക്കൂ, ഞാൻ കെട്ടിപ്പിടിക്കുമ്പോൾ. ഇപ്പോഴൊക്കെ ജനങ്ങൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് സെൽഫി എടുക്കുന്നു. എത്ര ആൾക്കാരാ? ഞാൻ നിങ്ങളോട് ഒരു നല്ല കാര്യത്തെക്കുറിച്ച് പറയാം. ഈ സെൽഫി വന്ന അന്നു മുതൽ ചില കാര്യങ്ങൾ എത്രമാത്രം ഇൻട്രസ്റ്റിംഗ് ആയി മാറി എന്ന് വെച്ചാൽ, എയർപോർട്ടിൽ ടോയ്ലറ്റിലേക്ക് പോയാൽ അവിടെ ആരെങ്കിലും വരും, സെൽഫി എടുക്കട്ടെ എന്ന്. ദയവേത് എന്നെ ഒന്ന് പുറത്തേക്ക് വിടുമെന്ന് പറഞ്ഞ് ഞാൻ വരും. സംഭവിച്ചിട്ടുണ്ട്. ചില ആളുകൾ നിന്ന് അങ്ങനെ ഫോട്ടോ എടുക്കും. സാർ, നന്നായിട്ടുണ്ട്, പക്ഷേ നമുക്കൊരു ഫോട്ടോ നന്നായി ഇരുന്നെടുത്തൂടെ എന്ന് ചോദിക്കും. എടുക്കാം, പക്ഷെ ഞാനൊന്ന് ചോദിക്കും, നമുക്ക് അങ്ങ് ഒന്നിച്ച് കിടന്നെടുത്തൂടെ എന്ന്. ഇതൊക്കെ തമാശയല്ലേ?
സെൽഫി എന്ന പേരിൽ ഇങ്ങനെയുള്ളതൊക്കെ സംഭവിക്കുന്നുണ്ട്. ചാൻസ് കിട്ടുന്ന സമയത്ത് ആരെങ്കിലും കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണെങ്കിൽ ഉടനെ ഫോട്ടോ എടുക്കുക, ഈ ലോകത്തിന് കാണിക്കുക, അവർ ഫേമസ് ആകട്ടെ, അതല്ലേ നല്ലത്. താങ്കളെക്കുറിച്ച് മറ്റൊരു ന്യൂസ് കൂടി വന്നിരുന്നു. അതിൽ അദ്ദേഹം എന്താ എഴുതിയിരുന്നെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറാണ്. അദ്ദേഹം പക്ഷേ തൻ്റെ പേര് എഴുതിയിട്ടില്ല. അദ്ദേഹം കഴിഞ്ഞ വർഷം ഒരു ഷോ നടത്തിയിരുന്നു. ആ ഷോ സ്റ്റാർട്ട് ആകുന്നതിന് മുൻപ് അനൂപ് സാർ ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റിനെ കൂട്ടിക്കൊണ്ടുവന്ന് സ്റ്റേജിൽ ഇവർക്ക് ഒരു ചാൻസ് നൽകുക എന്ന് പറഞ്ഞു. ഇവർ രാധയാണ്, ഞാൻ കൃഷ്ണനെന്നും പറഞ്ഞു. രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്തെങ്കിലും ഡ്രാമ അതെ, ചെയ്തോ? അതൊരു ഡ്രാമയാണ്. പിന്നെ ആ രാധ ലണ്ടനിലെ ഫേമസ് ക്ലാസിക് ഡാൻസറാണ്. കുറച്ചുനാൾ അനൂപ് സാറിനൊപ്പം ഇരുന്നിട്ട് തിരിച്ച് ലണ്ടനിലേക്ക് പോയെന്നും പറഞ്ഞു. ഇത് മുഴുവനും തെറ്റായ കാര്യമാണ്. ഞാൻ ഇങ്ങനെയൊന്നുമല്ല, കാരണം ഞാനൊരു സിംഗറാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു പ്ലേയോ ഡ്രാമയോ അത് ഞാൻ സ്റ്റേജിൽ ചെയ്തിട്ടേ ഇല്ല. ഒരുപക്ഷെ ഇങ്ങനെ സംഭവിച്ചിരിക്കാൻ ഞാൻ ഏതെങ്കിലും ഒരു സിംഗറോട് പറഞ്ഞിട്ടുണ്ടാവാം, ഇവൾ നന്നായി പാടും, രാധാകൃഷ്ണൻ സംബന്ധിച്ചുള്ള ഗാനങ്ങളെല്ലാം നന്നായി പാടും, പക്ഷെ ഞാൻ അതിൽ കൃഷ്ണനാകാനുള്ള ചാൻസേ ഇല്ല. 100% ചാൻസ് ഇല്ല. അപ്പോ താങ്കൾ പറഞ്ഞു വരുന്നത് ഇതുപോലെ ഒന്നും ചെയ്തിട്ടില്ലെന്നാണ്? തീർച്ചയായിട്ടും ഇല്ല. അങ്ങനെയാണെങ്കിൽ ലവ് ബേഡ് എന്നുള്ള ഇമേജ് എങ്ങനെയാണ് വന്നത്? ഈ ഇമേജ് എങ്ങനെ വന്നു എന്ന് വെച്ചാൽ, എന്നെയും ജസ്ലിനെയും ജനങ്ങൾ അവിടെ കണ്ടപ്പോൾ അവർക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഇതിലെന്തോ സത്യമുണ്ട് എന്ന്. പക്ഷെ ആ സത്യം പുറത്തു വന്ന് എനിക്കല്ലേ പറയാൻ പറ്റൂ. പക്ഷേ അങ്ങനെയുള്ള ഒന്നും ഇല്ലല്ലോ. ഞാൻ ഒരാളെടുത്ത് എൻ്റെ മനസ്സ് നഷ്ടപ്പെടുത്തി കാമുകിയെപ്പോലെ എന്തെങ്കിലും ചെയ്ത് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. എത്ര ബുദ്ധിമുട്ടിയാണ് താങ്കൾക്ക് ലവ് ബേഡ് എന്നുള്ള ഇമേജ് കിട്ടിയത്? അത് പോയി കളഞ്ഞല്ലോ. അല്ലല്ലല്ല, എനിക്ക് ഈ ലവ് ബേർഡ് എന്നുള്ള ഇമേജ് ആവശ്യമേ ഇല്ല. എനിക്ക് എന്റെ കറക്റ്റ് ആയിട്ടുള്ള ഇമേജാണ് വേണ്ടത്. താങ്കൾ ഒരു പാട്ട് പാടിയിട്ടില്ലേ ചന്ദ്രനെ കുറിച്ച്? ഞാനിതാ പാടിക്കാണിക്കാം. चांद अंगड़ाइयां ले रहा है, चांदनी मुस्कुराने लगी है, चांद अंगड़ाइयां ले रहा है, चांदनी मुस्कुराने लगी है, एक भूली हुई सी कहानी फिर मुझे याद आने लगी है, चांद अंगड़ाइयां ले रहा है, चांदनी मुस्कुराने लगी है. ഇത് പാടുമ്പോൾ താങ്കൾ വളരെ റൊമാൻറ്റിക് മൂഡിലാണെന്ന് തോന്നുന്നു. ഗസൽ പാടിയാൽ എന്താ കമടെല്ലാം പിടിച്ചോണ്ടാണോ പോവാ? ഇപ്പോൾ നമുക്ക് മറ്റൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ അനൂപ് ജലോട്ടോടുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവും തുടരും. झुमा झुमा दे दे, झुमा झुमा दे दे झुमा, ये दुनिया पित्तल दी, ये दुनिया पित्तल दी, ये दुनिया पित्तल दी, बेबी डॉल में सोने दी हो, बेबी डॉल में सोने. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രസിദ്ധ ഗായകനായ അനൂപ് ജലോട്ടിനോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ പ്രസിദ്ധ ഗായകനായ അനൂപ് ജലോട്ടിന്റെ മേലുള്ള കുറ്റാരോപണം വരുമാനത്തിന് വേണ്ടി ഇദ്ദേഹം കോംപ്രമൈസ്ഡ് ആയി എന്നുള്ളതാണ്. അനൂപ് സാർ, ഇതിനു മുൻപ് ബിഗ് ബോസിൽ വരുന്നതിന് മുൻപ് താങ്കളെ ജനങ്ങൾ ഗസൽ സാമ്രാട്ട് എന്നാണ് വിളിച്ചത്. ഇപ്പോ ബിഗ് ബോസിന്റെ ഭജൻ എന്നാണ് വിളിക്കുന്നത്. മാർക്കറ്റ് വാല്യൂ കൂടിയതായിട്ട് തോന്നുന്നു. കാര്യം ഒന്നാണ്. ഭജൻ സാമ്രാട്ട് എന്ന് പറഞ്ഞാലും ബിഗ് ബോസ് എന്ന് പറഞ്ഞാലും കാര്യം ഒന്നാ. താങ്കൾ മുംബൈയിലേക്ക് വന്നത് ഗസൽ പാടാൻ വേണ്ടിയല്ലേ? അല്ല, ഞാൻ ചെറുപ്പം മുതൽ ക്ലാസിക്കലാ പാടിക്കൊണ്ടിരുന്നത്. ഞാൻ എൻ്റെ അച്ഛനിൽ നിന്നും ക്ലാസിക്കൽ പഠിച്ചു. ഭാത്ഖണ്ഡെ സംഗീത് വിദ്യാലയത്തിൽ നിന്നും ഞാൻ ക്ലാസിക്കൽ പഠിച്ചു. പക്ഷെ നടന്നത് എന്താന്ന് വെച്ചാൽ, ആദ്യം ഞാൻ ഗസലിന്റെ ഒരു ആൽബം ക്രിയേറ്റ് ചെയ്തു. അതിൽ ഞാൻ പലതും ട്രൈ ചെയ്തു. ആ ഗസൽ വളരെ പോപ്പുലറായി. അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഭജൻ ആൽബം വന്നു. അത് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നില്ല. ഞങ്ങൾ ഹരേ കൃഷ്ണ അമ്പലത്തിൽ ഒരു പ്രോഗ്രാം ചെയ്തു. അവിടെയുള്ള ജനങ്ങൾ അതെല്ലാം എടുത്ത് കമ്പൈൻ ചെയ്ത് ആ ആൽബം അവിടുന്ന് മാറ്റിക്കളഞ്ഞു. ഞങ്ങൾ അവിടെ വെച്ച് കോൺസേർട്ട് ചെയ്തു. അവിടെ ഞങ്ങൾ ഒരുപാട് ഭജൻസ് പാടി. ഐസി, ലാഗി ലഗൻ, മയ്യ മുരെ, ഇങ്ങനെയുള്ള പാട്ടുകളെല്ലാം പാടി. അതുകൊണ്ട് എനിക്ക് എത്ര പേര് ലഭിച്ചു എന്ന് വെച്ചാൽ, ജനങ്ങൾ ഞാൻ ഗസലും പാടുന്നുള്ള കാര്യം മറന്നു. പിന്നെ എന്റെ പേര് ഭജൻ സാമ്രാട്ടായി മാറി. ഇപ്പൊ ബിഗ് ബോസ് ഭജൻ സാമ്രാട്ടായി.
ഞാൻ വായിച്ചിരുന്നത് താങ്കൾ കിഷോർ കുമാറിന്റെ ഷോയ്ക്ക് ധാരാളം പോകാറുണ്ട്, അതുകൊണ്ട് ജനങ്ങൾ താങ്കളെ ജൂനിയർ കിഷോർ കുമാർ അതെ എന്ന് അതെ, വിളിക്കുന്നു. ലക്നോയിൽ വെച്ച് കോളേജ് ഡേയ്സിൽ കിഷോർ കുമാർ സാറിന്റെ പാട്ട് കേട്ടിട്ടുണ്ട്. ഇന്നും എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ആ പാട്ടുകൾ കേൾക്കും. ഇന്നും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് അദ്ദേഹത്തിന്റെ ആ പാട്ട് പാടിക്കൊണ്ടാ. ഞാൻ അദ്ദേഹത്തിന്റെ ഷോസിൽ ആ പാട്ട് പാടിയിട്ടില്ല. പക്ഷെ നിങ്ങൾ കണ്ട ആ ഫോട്ടോ, ഒരു പടത്തിൽ കിഷോർ സാറിനെ കൊണ്ട് ഞാൻ ഒരു പാട്ട് പാടിച്ചു. സോ അത് അദ്ദേഹത്തിന്റെ ഫോട്ടോ ആണ്. അദ്ദേഹത്തിന്റെ ഷോസിൽ ഞാൻ പാടിയിട്ടേ ഇല്ല. പലരും എന്നോട് പറഞ്ഞിരുന്നു അനൂപ് സാറിനോട് ഇക്കാര്യം ചോദിക്കണം, അദ്ദേഹം ഒരു ഗസൽ സിംഗറുമാണ്, ഭക്തിയെക്കുറിച്ച് പറയുന്നു, പക്ഷേ മറ്റൊരു സൈഡിൽ ഇതുപോലത്തെ പാട്ടുകളും. അതെ, കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങൾ എന്നെ ഒരു ജ്ഞാനിയായിട്ടോ സന്യാസിയായിട്ടോ കരുതരുത്. ഞാൻ ഭജൻ പാടിയാൽ ഭജൻ പോലിരിക്കും, ഗസൽ പാടിയാൽ ഗസൽ പോലിരിക്കും, സിനിമ പാട്ട് പാടിയാൽ സിനിമ പാട്ട് പോലിരിക്കും. നിങ്ങൾ വേണ്ടാത്തത് വിചാരിക്കണ്ട. ഞാനൊരു ജ്ഞാനിയോ സന്യാസിയോ ഒന്നുമല്ല. അത് വളരെ പുണ്യമായ കാര്യമാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നിങ്ങൾ എന്നെ ഒരു കലാകാരനായി കണ്ടാൽ മതി. കലാകാരനായി മാത്രം കാണൂ. ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെടൂ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിട്ടേക്കൂ. ഭോജ്പുരി പാട്ടും താങ്കൾ പാടിയിട്ടില്ലേ? ആ. ഗോരിയാന മാരേ നസ്രിയ. അതും പാടിയേക്കാം. हो गोरिया रे गोरिया रे गोरिया रे गोरिया रे गोरिया रे हो गोरिया मारो ना नजरिया हो जियरा लहर लोट हो जाए, गोरिया मारो ना नजरिया हो जियरा लहर लोट हो जाए, जियरा लहर लोट हो जाए, जियरा लहर लोट हो जाए, गोरिया मारो ना नजरिया हो जियरा लहर लोट हो जाए. ഇപ്പൊ നിങ്ങൾ എന്നോട് പാട്നയിലേക്ക് തന്നെ പൊയ്ക്കോന്ന് പറയല്ലേ? പക്ഷെ താങ്കൾ ജനങ്ങൾ എന്താണ് കരുതുന്നത് എന്നതിനെക്കുറിച്ച് കെയർ ചെയ്യുന്നതേയില്ല. താങ്കൾ ഒരു ഷോയ്ക്ക് പോയപ്പോൾ അവിടെ വെച്ചൊരു പാട്ട് പാടി, ചുമ്മാ ചുമ്മാ ദേദേന്ന്. ആ അതെ, ഞാൻ അതും പാടും, പിന്നെ ബേബി ഡോളും പാടും. പാടിക്കോളൂ ആ പാടാവുന്നേ. കാര്യം എന്താണെന്ന് വെച്ചാൽ പാട്ട് പാടൂ. ആ പാടി കാണിക്കാം. ഇമേജ് ഇല്ലേ, അതെന്റെ പാട്ടിലൂടെയാണ് വരുന്നത്. മറ്റൊന്നും കൊണ്ടും എന്റെ ഇമേജ് ക്രിയേറ്റ് ആവില്ല. ഒരു പക്ഷേ ഞാൻ പാടിയ ഈ പാട്ട് ഗോരിയ മാരോണോ നജരിയ, ഇത് കാരണം ഞാൻ ഭോജ്പുരി സിംഗർ ആവില്ല. ഞാനൊരു വേഴ്സറ്റൈൽ സിംഗറാണ്. എനിക്ക് ഇതും പാടാൻ കഴിയും. ജുമാ ജുമാ കേട്ടോളൂ. झुमा झुमा दे दे झुमा झुमा दे दे झुमा, ये दुनिया पित्तल दी, ये दुनिया पित्तल दी, ये दुनिया पित्तल दी, बेबी डॉल में सोने दी, हो बेबी डॉल में सोने, बेबी डॉल में सोने दी, बेबी डॉल में. ഇപ്പോ ഇങ്ങനെ ഞാൻ പാടും. मैया मोरी मैं नहीं माखन था. എവിടെങ്കിലും എന്തെങ്കിലും കുറവ് കാണുന്നുണ്ടോ? ഭജൻ ഭജൻ പോലെ പാടും, ഗസൽ ഗസൽ പോലെ പാടും, സിനിമാ പാട്ട് പോലെ പാടത്തുള്ളൂ. നിങ്ങൾ ആവശ്യമില്ലാതെ ആരുടെയും ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നു. അനൂപ് സാർ, ഞങ്ങൾ താങ്കളോട് പല ചോദ്യങ്ങളും അതെ, അതെ. ചോദിച്ചു. താങ്കളുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച്, ബിഗ് ബോസിനെ കുറിച്ച്, ജസ്ലിനെ കുറിച്ച്, പ്രേമത്തെക്കുറിച്ച് താങ്കൾ നന്നായിട്ട് പാടി. നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ താങ്കൾ ഒന്നും തന്നെ മറച്ചു വെച്ചില്ല. എല്ലാത്തിനും കൃത്യമായ ഉത്തരം നൽകി. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ സുനിൽ ടണ്ടലിന്റെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വിചാരണ നടത്തിയത് ഭജൻ സാമ്രാട്ട് എന്ന് ജനങ്ങൾ വിളിക്കുന്ന അനൂപ് ജലോട്ടയോടാണ്. നമ്മൾ അദ്ദേഹത്തോട് ജസ്ലിനും അദ്ദേഹത്തിനുള്ള അഫെയറിനെ കുറിച്ച് ചോദിച്ചു, അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ചോദിച്ചു, അദ്ദേഹത്തിന്റെ ഭജനയെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ ഗസലിനെ കുറിച്ച് എല്ലാം ചോദിച്ചു. ഇന്ന് ആപ്കി അദാലത്തിൽ നമ്മുടെ ജഡ്ജിയായ പ്രസിദ്ധ മീഡിയ പേഴ്സണാലിറ്റി സുനിൽ ടാൻഡലിന്റെ ജഡ്ജ്മെന്റ് നോക്കാം. ഈ ആപ്കെ അദാലത്തിൽ നിങ്ങളുടെ മേത്ത് ഒരുപാട് കുറ്റാരോപണങ്ങളുണ്ടായി. അതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾ നൽകി. ആ ഉത്തരത്തിനുള്ള ഒരു നന്ദി ഞാൻ ഇവിടെ പറയുന്നു നിങ്ങൾക്ക്. നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇതിൽ ഒരു മാറ്റവുമില്ല. ഇവിടെ എന്തൊക്കെ സംഭവിച്ചോ, അതായത് ആ സ്ക്രിപ്റ്റിൽ എന്തൊക്കെ ഉണ്ടായിരുന്നോ, ഇദ്ദേഹത്തിൻ്റെ പങ്കളിപ്പെന്ന് പറയുന്നത് ഒരുപാട് തന്നെ ഉണ്ടാവും. പക്ഷേ ഇദ്ദേഹം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ ഉത്തരം നൽകിയിട്ടുണ്ട്. അതും പാട്ടുപാടി തന്നെയാണ് ഉത്തരം നൽകിയത്. പിന്നെ ഇദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ ജസ്ലിൻ്റെ കന്യാദാനത്തിനെ അവരുടെ അച്ഛൻ്റെ ഒപ്പം ചേർന്ന് ചെയ്തിരിക്കുമെന്ന്. ഇനി ഇതിൻ്റെ അർത്ഥമൊക്കെ വരുന്ന കാലമാണ് പറയണ്ടേ. വരുന്ന കാലങ്ങളിൽ സത്യം വന്നേക്കും. പക്ഷേ എനിക്കറിഞ്ഞ് മിസ്റ്റർ അനൂപ് അദ്ദേഹത്തിന് ബെനിഫിറ്റ് ഓഫ് ദ ഡൗട്ട് കൊടുത്ത്
ഉള്ള കുറ്റാരോപണത്തിൽ നിന്ന് നമുക്ക് അദ്ദേഹത്തിനെ മോക്ഷനാക്കാം. പക്ഷേ വയസ്സായ ആണുങ്ങൾ ഒരുപാട് പേര് ഈ കാര്യം കേട്ട അടുത്ത സെക്കൻഡ് തന്നെ ഒരുപാടധികം സന്തോഷപ്പെടും. ഇപ്പൊ അതായത് ഇത് എല്ലാവർക്കും ഒരു പറ്റിപ്പേരിന്റെ കഥയായിരിക്കും. സോ ഇദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണ്, സാധുവോ സന്യാസിയോ അല്ല, പിന്നെ വെർസറ്റൈൽ സിംഗറാണെന്നും നിങ്ങൾ എങ്ങനത്തെ പാട്ടാണോ പാടുന്നത് അത് പാടി ആ പാട്ടിൻ്റെ അകത്തോട്ട് ജീവനായിട്ട് പോവുകയാണ്. അദ്ദേഹം പറഞ്ഞ ഈ കാര്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഒരുപക്ഷെ ഇതുകൊണ്ട് ആർക്കെങ്കിലും മനപ്രയാസം ഉണ്ടെങ്കിൽ അതിനും അദ്ദേഹം മാപ്പ് ചോദിച്ചിട്ടുണ്ട്. സോ എനിക്കറിഞ്ഞ അദ്ദേഹത്തിന് ആപ്കി അദാലത്ത് എന്ന് പറഞ്ഞ ഈ നീതിപീഠത്തിൽ നിന്ന് അഭിനന്ദിച്ച് പറഞ്ഞേക്കുന്നു. വളരെ വളരെ നന്ദി. നന്ദി. താങ്കൾ കുറ്റവിമുക്തനായിരിക്കുകയാണ്. പക്ഷേ ഇതിന് ഉത്തരം താങ്കൾ നൽകണം. താങ്കൾ എത്ര കന്യാദാനം നൽകാൻ പോയാണ്? ഒന്ന് മാത്രം. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിയത് അനൂപ് ജലോട്ടയോടാണ്. അനൂപ് ജലോട്ട ഇതുപോലെ തന്നെ ജനങ്ങളെ എന്റർടൈൻമെന്റ് ചെയ്തുകൊണ്ടേയിരിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. ജനങ്ങളുടെ സ്നേഹം ഇതിലും കൂടുതൽ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഈ നല്ല ആഗ്രഹങ്ങളോടുകൂടി തന്നെ ഈ ഷോ ഇതോടെ അവസാനിക്കുകയാണ്. അടുത്ത പ്രാവശ്യം പുതിയൊരു അതിഥിയോടൊപ്പം വീണ്ടും വന്ന് നിങ്ങളെ കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.